എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം 85 ശ്ലോകം 26 മുതൽ 38 വരെ 13 ശ്ലോകങ്ങൾ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭഗവാന്റെ വാക്കുകൾ കേട്ടപ്പോൾ വസുദേവർക്ക് വളരെ സമാധാനമായി. ആത്മാവ് ഏകൻ തന്നെ എന്നുള്ള ബോധം ഉണ്ടായി. യോന്തപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യാഖില ശക്തിധരസ്വധാംന അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 26. ശ്രീ ശുക ഉവാച. ഏവം ഭഗവതാ രാജൻ വസുദേവ ഉദാഹൃത ശ്രുത്വാ വിനഷ്ടനാനാധി തൂഷ്ണീം പ്രീതമനാ അഭൂത്. ശ്രീ ശുബ്രഹ്മർഷി പറയും, ഹേ രാജൻ, ഭഗവാൻ അരുളി ചെയ്ത ഉദാഹരണപൂർവമായ ഉപദേശം കേട്ടപ്പോ ആ വസുദേവനുണ്ടായിരുന്ന നാനാത്വ ബുദ്ധിയൊക്കെ നശിച്ചു. ആത്മാവ് ഏകൻ തന്നെ എന്നുള്ള ബോധമുണ്ടായി. സന്തോഷത്തോടുകൂടി മിണ്ടാതിരുന്നു. അഥ തത്ര ഗുരുശ്രേഷ്ഠ ദേവകീ സർവദേവതാ ശ്രുത്വാനീതം ഗുരോ പുത്രം ആത്മജാഭ്യാം സുവിസ്മിത. ശ്രീ ശുബ്രഹ്മർഷി പരീക്ഷിത് മഹാരാജാവിനോട് പറയണു, ഹേ ഗുരുകുല ശ്രേഷ്ഠ, അങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം സർവദേവതാ സ്വരൂപിണിയായ ദേവകി ദേവി തന്റെ പുത്രന്മാരായ ബലരാമനും കൃഷ്ണനും മരിച്ചുപോയ ഗുരുപുത്രനെ ഗുരുവിന് കൊണ്ടുവന്ന് ദക്ഷിണയായി കൊടുത്ത ചരിത്രം കേട്ട് വളരെ ആശ്ചര്യയുക്തയായി ഭവിച്ചു. അത് കേട്ടപ്പോ ദേവകി ദേവിക്ക് തോന്നി, എനിക്കും ശ്രീകൃഷ്ണന് മുമ്പായിട്ട് കുറെ പുത്രന്മാര് മരിച്ചു പോയിണ്ടല്ലോ, അവരെയും കൂടി ഇവര് ഈശ്വരന്മാരല്ലേ, അപ്പൊ അവരെയും കൂടി കാണിച്ചു തരാൻ പറ്റുമെന്ന് പറയട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതാ പറയണം. കൃഷ്ണരാമൗ സമാശ്രാവ്യ പുത്രാൻ കംസവിഹിംസിതാൻ സ്മരന്തി കൃപണം പ്രാഹ വൈക്ലവ്യാത് അശ്രുലോചന. കംസൻ ഹിംസിച്ച തന്റെ പുത്രന്മാരെ കുറിച്ച് ചിന്തിക്കുന്നവളായ ദേവകി ആ വിവരം കൃഷ്ണനെയും ബലരാമനെയും അറിയിച്ചു. പുത്രദുഃഖം സഹിക്കവയ്യാതെ കണ്ണിൽ നിന്നിങ്ങനെ വെള്ളം ഒലിപ്പിച്ചുകൊണ്ട് ദീനതയോടുകൂടി ദേവകി ദേവി പറയാണ്. ദേവക്യുവാച. രാമ 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 അപ്രമേയാത്മൻ കൃഷ്ണ യോഗേശ്വരേശ്വര വേദാഹം വാം വിശ്വസൃജാം ഈശ്വരോ ആദിപുരുഷം. ദേവകി ദേവി പറഞ്ഞു, അപ്രമേയ സ്വരൂപനായ ഹേ രാമ രാമ, യോഗഫലങ്ങളെ നൽകുന്ന ശിവാദികളുടെയും നേതാവായ ഹേ കൃഷ്ണ, നിങ്ങൾ രണ്ടുപേരും കേവല മനുഷ്യരല്ല, ഈശ്വരന്മാരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ലോകത്തെ സൃഷ്ടിക്കുന്നവരുടെ നേതാക്കന്മാരായ ആദിപുരുഷന്മാരാണെന്ന് ഞാൻ അറിയുന്നു. കാലവിധ്വസ്ത സത്വാനാം രാജ്ഞാമുച്ഛാസ്ത്രവർത്തിനാം ഭൂമേർപാരായമാണാനാം അവതീർണോ ക്ഷയായ മേ. ശാസ്ത്രമര്യാദയെ അതിക്രമിച്ചു പ്രവർത്തിക്കുന്നവരും കാലത്താൽ ക്ഷയിക്കപ്പെട്ട ബലത്തോടുകൂടിയവരും ഭൂമിക്ക് ഭാരമായി ഭവിച്ചവരുമായ രാജാക്കന്മാരെ വധിക്കാൻ വേണ്ടി നിങ്ങൾ രണ്ടുപേര് എന്നിൽ നിന്ന് അവതരിച്ചവരാണല്ലോ. അതിനു വേണ്ടിയിട്ടല്ലേ നിങ്ങൾ എന്നിൽ നിന്ന് അവതരിച്ചത്. യസ്യാം ശാംശാംശഭാഗേന വിശ്വോൽപത്തിലയോദയാ ഭവന്തി കില വിശ്വാത്മൻ തം ത്വാദ്യാഹം ഗതിം ഗതാ. എല്ലാറ്റിനും ആദിയിലുള്ളവരെ, യാതൊരു നിന്തിരുവടിയുടെ അംശമാകുന്നു പുരുഷൻ, ആ പുരുഷന്റെ അംശമാകുന്നു മായ, ആ മായയുടെ അംശമാകുന്നു ഗുണങ്ങൾ, ആ ഗുണങ്ങളുടെ ഭാഗമായ പരമാണു കൊണ്ട് ഈ ലോകം ഉണ്ടായി നിലനിന്ന് നശിക്കുന്നു. ഇങ്ങനെ സകല ലോക നേതാവായിരിക്കുന്ന നിന്തിരുവടിയെ ഞാൻ ശരണം പ്രാപിക്കുന്നു. ഈശ്വരനായിട്ട് കണ്ടിട്ട് പറയാണ് ദേവകി ദേവി. ചിരാൻമൃതാസുദാദാനെ ഗുരുണാഖില ചോദിതൗ ആനിന്യധുപ്പിതൃസ്ഥാനാൽ ഗുരവേ ഗുരുദക്ഷിണാം. എന്നിട്ട് ആഗ്രഹം പറയാണ്, കുറെ കാലം മുമ്പ് മരിച്ചുപോയ പുത്രനെ കൊണ്ടുവന്ന് തരണമെന്ന് ഗുരു ആയിട്ടുള്ള സാന്ദീപനി പറഞ്ഞപ്പോ നിങ്ങൾ യമപുരത്തിൽ ചെന്ന് ഗുരുപുത്രനെ കൊണ്ടുവന്ന് ഗുരുദക്ഷിണ കൊടുത്തില്ലേ?
അതുപോലെ തഥാ മേ കുരുതം കാമം യുവാം യോഗേശ്വരേശ്വരോ ഭോജരാജഹതാൻ പുത്രാൻ കാമയേ ദൃഷ്ടുമാകൃതാൻ. യോഗേശ്വരന്മാരായ ശിവാദികൾക്കും ഈശ്വരന്മാരായ നിങ്ങൾ രണ്ടുപേര് അതുപോലെ എന്റെ ആഗ്രഹത്തെയും സാധിപ്പിച്ചു തരണം കേട്ടോ. കംസൻ സംഹരിച്ച എന്റെ പുത്രന്മാരെ നിങ്ങൾ കൊണ്ടുവന്ന് എനിക്ക് തരണം എന്നാണ് എന്റെ ആഗ്രഹം. ഋഷിരുവാച ഏവം സഞ്ജോദിതൗ മാത്ര രാമകൃഷ്ണശ്ച ഭാരത സുതലം സംവിവിശതു യോഗമായാം ഉപാശ്രിതൗ. ശ്രീ ശുകബ്രഹ്മർഷി പറയാണ്, ഹേ ഭരതശ്രേഷ്ഠ, അമ്മ ഇങ്ങനെ പറഞ്ഞപ്പോ ആ ബലരാമനും ശ്രീകൃഷ്ണനും യോഗമായയെ ആശ്രയിച്ച് സുതലത്തിൽ പ്രവേശിച്ചു. തസ്മിൻ പ്രവിഷ്ടാവുപലബ്ധൈത്യരാട് വിശ്വാത്മദൈവം സുതരാം തഥാത്മന തദ്ദർശനാഹ്ലാദ പരിപ്ലുതാശയ സദ്യ സമുത്ഥായ നാമസാന്വയ. ബലരാമനും ശ്രീകൃഷ്ണ ഭഗവാനും അങ്ങനെ സുതലത്തിലേക്ക് പ്രവേശിക്കുന്നത് കണ്ടു മഹാബലി. സകല ലോകത്തിന്റെയും വിശേഷിച്ച് തന്റെയും ദൈവമായിരിക്കുന്ന അവരുടെ ദർശനം നിമിത്തമുണ്ടായ സന്തോഷത്തില് മുങ്ങിയ മനസ്സോടുകൂടിയിട്ടായി ഉടനെ എഴുന്നേറ്റ് ഓടിച്ചെന്ന് പരിവാരങ്ങളോടുകൂടി നമസ്കരിച്ച് സ്വീകരിച്ച് അനയിക്കാണ് മഹാബലി. തയോസവാനീയവരാസനം മുദ നിവിഷ്ടയോ തത്ര മഹാത്മനോസ്തയോ ദധാര പാദാവവിനിജ്യതജ്ജലം സവൃന്ദ ആ ബ്രഹ്മ പുനൽ യദംബുഹ. വളരെ സന്തോഷത്തോടുകൂടി അവർക്ക് രണ്ടുപേർക്കും ഇരിക്കാൻ ശ്രേഷ്ഠമായ ആസനം കൊണ്ടുവന്നു കൊടുത്തു. അവരതിലിരുന്നു. മഹാത്മാക്കളായ അവരുടെ കാല് കഴുകി ആ ജലം ശിരസിലങ്ങോട്ട് ധരിച്ചു മഹാബലി. ആ പാദത്തിൽ നിന്ന് ഒഴുകുന്ന ഗംഗാജലം ബ്രഹ്മാവ് തുടങ്ങിയിട്ടുള്ള സകല ദേവന്മാരെയും ലോകത്തെ മുഴുവനും പരിശുദ്ധമാക്കുന്നതാണല്ലോ എന്ന് പറയും. സമർക്കയാമാസ സതൗ വിഭൂതിഭി മഹാർഹവസ്ത്രാഭരണാനുലേപനേ താംബൂലദീപാമൃത ഭക്ഷണാദിഭി സ്വഗോത്രവിത്താത്മസമർപ്പണേന ച. മഹാബലി ആ രാമകൃഷ്ണന്മാരെ ഏറ്റവും വിലപിടിച്ച വസ്ത്രാഭരണങ്ങൾ കൊണ്ടും ചന്ദനം മുതലായ ലേപനദ്രവ്യങ്ങൾ കൊണ്ടും താംബൂലം, ദീപം, അമൃതം പോലെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഇതുകൊണ്ടൊക്കെ ഭക്തിപൂർവം സമർപ്പിച്ച് പൂജിക്കുകയാണ്. തന്റെ പുത്രമിത്രാദികള്, ധനം, ദേഹം ഇവയെല്ലാം അവർക്കായിട്ട് അങ്ങോട്ട് സമർപ്പിച്ചിട്ടാണ് മഹാബലിയുടെ പൂജ. സൈന്ദ്രസേനോ ഭഗവൽപദാംബുജം ബിഭ്രന്മുഹു പ്രേമ വിഭിന്നയാധിയ ഉവാചകാനന്ദജലാകുലക്ഷണ പ്രഹൃഷ്ടരോമാ നൃപ ഗദാക്ഷരം. മഹാബലി ഭഗവാനെ കുറിച്ചുള്ള പ്രേമാധിക്യത്താൽ ഭർദ്രമായ മനസ്സുകൊണ്ട് ഭഗവാന്റെ പാദാരവിന്ദത്തെ വീണ്ടും വീണ്ടും ധ്യാനിച്ചു. സന്തോഷാധിക്യ നിമിത്തം ഉത്ഭവിച്ച ജലത്താൽ വ്യാപിക്കപ്പെട്ട കണ്ണുകളോടുകൂടി അങ്ങനെ അശ്രുബിന്ദുക്കൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക ആ മഹാബലിയുടെ നേത്രങ്ങളിൽ നിന്ന്. അങ്ങനെയുള്ള നേത്രങ്ങളോടുകൂടിയും ദേഹം മുഴുവനും രോമാഞ്ചം വഹിച്ചും ഭക്തി കൊണ്ട് ഇടനെഞ്ഞു പൊട്ടിയും കൊണ്ട് അങ്ങനെ ഭഗവാനെ സ്തുതിക്കുകയാണ്. മഹാബലിയുടെ സ്തുതി നമുക്ക് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.